സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയോടും പ്രഭാവതിയോടും സിദ്ധാർത്ഥിനോടുമായിട്ട് വസുന്ധര പറയുന്നു, നന്ദൻ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നുള്ള സത്യം നിങ്ങൾ തുറന്നു പറയണം. അങ്ങനെയെങ്കിൽ കേസ് നല്ല രീതിക്ക് ഒഴിവാക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റും. നിങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടാവാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ വസുന്ധര പറയുമ്പോൾ, മേഡം സത്യമായിട്ടും അറിയില്ല നന്ദു എവിടെയാണെന്ന്. അത് MLA തന്നെ പറയണോ? MLA ആണല്ലോ എസ്തപ്പാന്റെ വീട്ടിലേക്ക് നന്ദനെ രായിക്ക് രാമായണം കടത്തിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേട്ട് ദേവിക പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ യെസ് ഓർ നോ അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതിയെന്ന് വസുന്ധര പറയുന്നു. അങ്ങനെ ഒരു യെസ് ഓർ നോയിൽ ഒതുക്കാൻ പറ്റില്ല മേഡം. അതിന്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ടെന്ന് പറയുമ്പോൾ, ഓ എന്ത് കഥകൾ? നിങ്ങൾ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയ തിരക്കഥയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഞങ്ങളൊക്കെ ആരാ പൊട്ടന്മാരാണോന്നിങ്ങനെ വസുന്ധര ചോദിക്കുമ്പോൾ, മേഡം ഞങ്ങൾ അങ്ങനെ സ്വയം രക്ഷയ്ക്ക് എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ പിടിപ്പുകേട് തന്നെയാണെന്ന് പറയണം. കേസ് കൊടുക്കണമായിരുന്നു, എന്നിട്ട് കാര്യങ്ങൾ നിയമപരമായിട്ട് നീക്കം ചെയ്യണമായിരുന്നു എന്നൊക്കെ വസുന്ധര പറയുമ്പോൾ, കേസ് കൊടുത്തു മേഡം, എന്നിട്ട് എന്താ ഉണ്ടായതെന്നുള്ള കാര്യം മേഡത്തിന് മുൻകൂട്ടി അറിയാൻ സാധിച്ചിട്ടുണ്ടല്ലോ. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ നന്ദുവിന്റെ കാര്യം അന്വേഷിക്കാനായിട്ട് മേഡം ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. മേഡത്തെ പോലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ വിചാരിച്ചാൽ നിർത്തു ദേവിക. MLA എന്നെ വല്ലാതെ പുകഴ്ത്തൊന്നും വേണ്ട. അതിന്റെ ആവശ്യമില്ലെന്ന് പറയുമ്പോൾ, പുകഴ്ത്തി കാര്യം നേടേണ്ട ആവശ്യം എനിക്കില്ല മേഡം. പക്ഷെ പറയേണ്ടത് പറയണല്ലോ. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ ദേഷ്യപ്പെടുകയാണ്. ഇതിപ്പോ എന്താ വാദിയെ പ്രതിയാക്കുകയാണോ? ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ മോൻ എവിടെയാണെന്ന്. ഇതിനേക്കാൾ നല്ലത് തമ്മിൽ ഭേദം ഐസക് കുരുവിള തന്നെയായിരുന്നു. അയാള് കേസ് അന്വേഷിച്ചില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ പ്രതിയാക്കാനും വന്നിട്ടില്ല. സത്യം പറയാലോ, ഈ നിയമപാലകരൊക്കെ വെറുതെയാണെന്ന് പറയുമ്പോൾ അങ്ങനെ പറയല്ല മേഡം. ഞങ്ങളെ നിയമിക്കുന്നത് ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാരാണല്ലോ. മേഡത്തിന്റെ മരുമകൾ സത്യസത്യമായിട്ടുള്ള MLA ആണെന്നാ നാട്ടിലെ പാട്ട്. ആ MLA തന്നെ സത്യങ്ങൾ പറയട്ടെ. എവിടെയാണ് എന്താണ് കാര്യങ്ങളെന്ന്. എന്തായാലും നിങ്ങൾ 3 പേരും അതുപോലെ ഒരു ജഡ്ജി കൂടി ഉണ്ടല്ലോ ഇതിന് പുറകിൽ. അയാളും കൂടി സത്യം പറഞ്ഞേ മതിയാകൂ. ഇത് കേട്ട് സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയോട് പറയുന്നുണ്ട്, പ്രഭേ ഇതൊക്കെ അന്വേഷണത്തിന്റെ ഒരു ഭാഗമാണ്, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു. അങ്ങനെ മോടി പിടിപ്പിക്കാനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളല്ല സാർ, സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ പറയുന്നുണ്ട്, മേഡം മേഡത്തിനും ഒരമ്മയില്ലേ, ഒരമ്മയുടെ വിഷമം മനസ്സിലാക്കാനായിട്ട് മേഡത്തിന് സാധിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വസുന്ധരയുടെ കയ്യിൽ പോയി പിടിക്കുകയാണ്. മോള് ഈ അമ്മയുടെ വിഷമം മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് അപേക്ഷിക്കുകയാണ്. വസുന്ധരയ്ക്കാണെങ്കിൽ കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇവരെല്ലാവരും നിരപരാധികളാണെന്ന്. അങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രഭാവതി അകത്തേക്ക് ഓടുമ്പോൾ ദേവിക പറയുന്നുണ്ട്, സത്യമാ മേഡം ഞങ്ങൾ ഈ പറയുന്നത്, ഞങ്ങൾക്ക് അറിയില്ല. നന്ദുവിനെ ഞങ്ങൾ മാറ്റി, എല്ലാം ശരി തന്നെയാണ്. ഞങ്ങൾ നിയമം കയ്യിലെടുക്കാൻ നോക്കിയതല്ല, മറിച്ച് നിയമം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരാതിരുന്നപ്പോൾ നീതി തേടി ഞങ്ങൾ തന്നെ കാര്യങ്ങൾ ചെയ്തതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വസുന്ധര പറയുന്നുണ്ട്, ഞാൻ ഇന്നു മുതലാണ് ചാർജ് എടുത്തിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും എന്ത് കാര്യം ചോദിച്ചു ഞാൻ വിളിക്കും. അപ്പോൾ കേസന്വേഷണത്തിൽ പൂർണ്ണമായിട്ടും സഹകരിക്കണമെന്നിങ്ങനെ പറയുകയാണ്. തീർച്ചയായിട്ടും മേഡം, ഏത് രാത്രി വിളിച്ചാലും ഞങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ദേവിക പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് വസുന്ധര പോവുകയാണ്. ശേഷം ശാരിയാണെങ്കിൽ രാധികയോടും മാധവനോടും പറയുന്നുണ്ട്, വസുന്ധര മേഡം ചാർജ് എടുത്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ കേസുകൾ തെളിയിച്ചിട്ടുള്ളതാണ്. ലഹരി വേട്ടയിൽ 10 പേരോളം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് രാഷ്ട്രീയ തലവന്മാരായിരുന്നു അതിനറ്റത്തുണ്ടായിരുന്നത്. കൊലപാതക ഭീഷണിയും മറ്റും ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മേഡം കണക്കിലെടുത്തില്ല. മീര കേസടക്കം ഒരുപാട് തെളിയിക്കപ്പെടാത്ത കേസുകളാണ് തെളിയിച്ചെടുത്തിരിക്കുന്നത് എന്നൊക്കെ ശാരി പറയുന്നു. ഇനിയിപ്പോൾ ഇങ്ങോട്ട് അവർ വരും, നമ്മളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. അതിനുള്ള ഉത്തരങ്ങൾ മാത്രം കൊടുത്താൽ മതി. കമ്പ്യൂട്ടർ പോലെയാണ് അവരുടെ തല, എല്ലാം സേവ് ചെയ്ത് വെച്ചോളും എന്നൊക്കെ ശാരി പറയുന്നു. ഒരു പുത്തൻ പ്രതീക്ഷ തന്നെയാണ് വസുന്ധരയോട് വരവോട് കൂടിയിട്ട് ഉണ്ടാവുന്നത്. അങ്ങനെ നന്ദന് അവിടെയുള്ള ഗുണ്ടകളൊക്കെ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇത് കുടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോൾ നന്ദനാണെങ്കിൽ അത് വാങ്ങി കുടിക്കുകയാണ്. അവിടേക്ക് പ്രകാശ് വരികയാണ്. നന്ദൻ ഇപ്പോൾ ഓക്കെ അല്ലേ, ഉഷാറായല്ലോ? ഇല്ല പ്രകാശ്, മരണം എന്നെ തേടി എത്തിയതായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ കാലുകളിലെല്ലാം വല്ലാത്തൊരു തണുപ്പ് പോലെ. എനിക്ക് എൻ്റെ വീട്ടുകാരെ ഒന്ന് കാണണം, എനിക്ക് എൻ്റെ ദേവിയെ ഒന്ന് അവസാനമായിട്ട് കാണണം, പ്രകാശ് എന്നെ അനുവദിക്കണം എന്നൊക്കെ പറയുമ്പോൾ, ഏയ് താനിപ്പോൾ ഓക്കെയാണ്, ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശ് ആണെങ്കിൽ തടയുകയാണ്. ഇല്ല പ്രകാശ്, സത്യമാണ് ഞാൻ ഈ പറയുന്നത്. അവസാനമായിട്ട് അവരെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി താ, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നോളാം. ഇതിന് പുറകിൽ നീയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സത്യമാണ്. എന്നെ നിന്റെ ആൾക്കാരുടെ കൂടെ വിട്. എൻ്റെ വീട്ടുകാരെ ദൂരെ നിന്നെങ്കിൽ ഞാൻ കണ്ടോട്ടെ. നന്ദൻ, ഇവിടെ നിന്ന് പുറത്തു പോകാനായിട്ട് പറ്റില്ല. പിന്നെ ഇങ്ങനെ ഓരോ ഡയലോഗ് അടിച്ച് ഉള്ള ആരോഗ്യം കളയാൻ നോക്കേണ്ട. ദേ ഈ ഭ്രാന്ത് പറയലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശ് ആണെങ്കിൽ നന്ദനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. നന്ദന് മനസ്സിലാവുന്നുണ്ട് താൻ ഒരിക്കലും ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന്. തുടർന്ന് അരുന്ധതിയാണെങ്കിൽ ദേവികയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഞാൻ അരുന്ധതിയാണെന്ന് പറയുമ്പോൾ സ്ക്രീനിൽ തെളിയും മേഡം, നമ്പറും പേരൊക്കെ. ഓ ആണോ? എന്തായാലും ദേവിക
വക്രബുദ്ധിയുള്ള ആളാണെന്ന് മനസ്സിലായി. മേഡം, ഞാനൊരു MLA ആണ്. അതിനുള്ള ബഹുമാനം എനിക്ക് കിട്ടിയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ, നിന്നെ MLA ആക്കിയത് ഞാനല്ലേ? അപ്പൊ പിന്നെ എന്തും കാര്യം സാധിക്കാനും എന്നെക്കൊണ്ട് സാധിക്കുമെന്നൊക്കെ പറയുമ്പോൾ, മേഡത്തിന് ഇപ്പം എന്താ വേണ്ടത്? എനിക്കെൻ്റെ ഋഷിയെ തിരിച്ചു കിട്ടണം. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ നന്ദുവിനെ തായോ. അറിയാലോ, പുതിയ മേഡമാണ് കേസ് അന്വേഷണത്തിനായിട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. വസുന്ധര മേഡം, അറിയാം. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാനിപ്പോൾ ഈ വിളിക്കുന്നത്. ആ എങ്കിലേ മേഡം കാര്യങ്ങൾ നോക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. എനിക്ക് നന്ദുവിനെക്കുറിച്ച് അറിയില്ല എന്നിങ്ങനെ അരുന്ധതി പറയുമ്പോൾ, എങ്കിൽ പിന്നെ എനിക്ക് ഋഷിയെക്കുറിച്ച് അറിയില്ല. ദേ, തീയോടെ നീ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തീയൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ കെട്ടുപോയിക്കോളും മേഡം എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ കെവിനാണെങ്കിൽ ഐസക്കിനെ കടഞ്ഞിട്ട് വരുന്നുണ്ട്. സർ, ഞാൻ വീട്ടിലേക്ക് പോയിരുന്നു. ഇസബല്ലേ അവിടെ കണ്ടില്ല. നീ എന്തിനിപ്പോൾ അങ്ങോട്ട് പോയത്? അല്ല, വേറൊരു കാര്യം അറിഞ്ഞ് അർജന്റായിട്ട് പറയാൻ വേണ്ടി പോയതായിരുന്നു. എന്ത് കാര്യം? അല്ല, നന്ദന്റെ കേസ് അന്വേഷണം പുതിയ മേഡമാണ് ചാർജ് എടുത്തിരിക്കുന്നത്, വസുന്ധര മേഡം. നിന്നേക്കാൾ മുന്നേ ഞാനത് അറിഞ്ഞു. അതെങ്ങനെയാ സാറ്? സാറെന്താ യൂണിഫോം ഇല്ല, പോലീസ് ജീപ്പ് ഇല്ല, എന്ത് പറ്റി? അതൊക്കെ തെറിച്ചു. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് തെറിപ്പിച്ചു. നിങ്ങളോട് അന്ന് തന്നെ ഞാൻ പറഞ്ഞതാ എല്ലാം നിർത്താനായിട്ട്. എന്നിട്ട് കേട്ടോ? ഇല്ലാലോ. ഇപ്പോ ഒന്നുമില്ലാത്തവനെ പോലെ ഞാൻ നിൽക്കുക. ലീവ് എടുത്തോളാൻ പറഞ്ഞ് 3 മാസത്തേക്ക് അവധി തന്നിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് കെവിനാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അപ്പോൾ ഇസബല്ലയോ? ഇസബല്ലയെ കുറിച്ച് ഇനി നീ അന്വേഷിക്കണ്ട. സാർ എന്തായി പറയുന്നത്? അതെ, ഇസബല്ല ഒരു പക്ഷേ നാട് വിട്ടേക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ടേക്കാം, അല്ലെങ്കിൽ വിദേശത്ത് എവിടേക്കെങ്കിലും പോയേക്കാം. അതുകൊണ്ട് അവളുടെ പുറകെ നീ പോകണ്ടെന്ന് പറയുമ്പോൾ, അതെങ്ങനെ സാർ ശരിയാവുക? എല്ലാം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇസബല്ലയല്ലേ? അവൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രയും കൂടെ നിന്നത്. എന്നിട്ടിപ്പോൾ അവസാനം എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൾ കടന്നു കളഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയെങ്കിൽ അങ്ങനെ, താനിനി കൂടുതലൊന്നും ചോദിക്കേണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിന് സമ്മതിക്കില്ല. ഞാൻ കുടുങ്ങുകയാണെങ്കിൽ, എന്നെ അന്വേഷിച്ച് പോലീസ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇസവല്ലയെയും ഇതിന് ചുറ്റുമുള്ളവരെയും ഞാൻ കുടുക്കിയിരിക്കുമെന്ന് പറയുമ്പോൾ, ആണോ? എങ്കിൽ പിന്നെ അത് കാണല്ലോ, കാണാൻ സാർ എന്ന് പറഞ്ഞുകൊണ്ട് കെവിനാണെങ്കിൽ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഋഷിയാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോൾ പ്രകാശ് വരുന്നുണ്ട്. എന്താടാ മോനെ? പ്ലീസ് പ്രകാശ്, എന്നെ ഒന്ന് പുറത്തേക്ക് വിട്. അല്ല, നിന്റെ അമ്മയുടെ ക്യാഷൊക്കെ വരുന്നത് കമ്പനി അക്കൗണ്ടിലേക്കാണോ, അതോ നിന്റെ അക്കൗണ്ടിലേക്കാണോ, അതോ അമ്മയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണോ? പ്രകാശ്, കാര്യം വെറുതെ വളച്ചൊടിക്കാതെ എത്ര രൂപ വേണമെന്ന് പറയും, എന്നിട്ട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ, അതിന് പറ്റിയ ആളെ ഞാനല്ല, വേറൊരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിനക്ക് പരിചയമുള്ള കൂട്ടത്തിലാണെന്ന് പറയുമ്പോൾ, ദേ അവനെ വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുണ്ടകളോട് പറയുമ്പോൾ, ത്യാഗരാജനാണെങ്കിൽ ഒന്നും അറിയാത്ത ഒരു പാവത്താനെ പോലെ അങ്ങോട്ട് വരികയാണ്. അവനെയും പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് പോലെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഈ സമയം ഋഷിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം നാളത്തെ കിളിഞ്ഞ എപ്പിസോഡിനായിട്ട്.